രാഹുൽ ഗാന്ധിയെ കൊലപ്പെടുത്താനും രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ബിജെപി കേന്ദ്രങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ബിജെപി നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ് സിംഗ് അമേര എന്ന വ്യക്തി ഇക്കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയതിന് കൊൽക്കത്ത പോലീസിന്റെ പിടിയിലായത്. പ്രതിപക്ഷ നേതാവെന്ന പദവി ഇല്ലാതാക്കാനും മാനനഷ്ട കേസുകൾ നൽകി രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലും മഹാരാഷ്ട്രയിലെ ഭിവണ്ടി കോടതിയിലും അദ്ദേഹം കയറിയിറങ്ങുകയാണ്. എന്നാൽ കോടതി നടപടികളെക്കാൾ ഉപരി അവിടെ അദ്ദേഹത്തിന് ലഭിച്ച അസാധാരണമായ ജനപിന്തുണയും അഭിഭാഷകരുടെ വലിയ പങ്കാളിത്തവുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാകുന്നത്. RSS പ്രവർത്തകൻ നൽകിയ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ ഭിവണ്ടി കോടതിയിൽ നേരിട്ടെത്തിയത്. തന്റെ മുൻ ജാമ്യക്കാരനായിരുന്ന മുൻ കേന്ദ്രമന്ത്രി ശിവരാജ് പാട്ടീൽ അന്തരിച്ചതിനെ തുടർന്നാണ് നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയൊരു ജാമ്യക്കാരനെ ഹാജരാക്കാൻ അദ്ദേഹം എത്തിയത്. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കലാണ് അദ്ദേഹത്തിന് വേണ്ടി പുതിയ ജാമ്യ ബോണ്ട് സമർപ്പിച്ചത്. എന്നാൽ കോടതി മുറിക്ക് പുറത്ത് കണ്ട കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കാനും നൂറുകണക്കിന് അഭിഭാഷകരാണ് അവിടെ തടിച്ചുകൂടിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും നിയന്ത്രിക്കാൻ പാടുപെടുന്ന രീതിയിലുള്ള വൻ തിരക്കാണ് കോടതി പരിസരത്ത് അനുഭവപ്പെട്ടത്. വക്കീലന്മാരുടെ വൻ സാന്നിധ്യം രാഹുൽ ഗാന്ധിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയുടെ തെളിവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റൊരു വശത്ത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിലും രാഹുൽ ഗാന്ധി ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് ബെഞ്ചിന് നൽകിയത്. 8ഓളം ചോദ്യങ്ങൾ ചോദിച്ച ജസ്റ്റിസുമാർക്ക് ഇംഗ്ലീഷിലായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ നൽകിയ പ്രസംഗങ്ങൾ മനഃപൂർവ്വം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കേവലം രാഷ്ട്രീയ പകപോക്കലിനായിട്ടാണ് ഇത്തരം കേസുകൾ തന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ CD അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്നും അവ വിശ്വസനീയമല്ലെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് കേസിൽ ഉണ്ടായിരുന്നത്. കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ രാഹുലിനോട് മാധ്യമങ്ങൾ അമിത്ഷായുടെ മാപ്പ് പറയുമോ എന്ന് ചോദിക്കുകയുണ്ടായി. എന്നാൽ കോടതി ആവശ്യപ്പെട്ടാൽ പോലും മാപ്പ് പറയുന്ന പ്രശ്നമില്ലെന്നും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എനിക്കെതിരെ എത്ര കേസുകൾ എടുത്താലും എത്ര FIRകൾ രജിസ്റ്റർ ചെയ്താലും ഞാൻ BJPയെയോ RSSനെയോ ഭയപ്പെടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാനനഷ്ട കേസുകൾ ഉപയോഗിച്ച് തന്നെ നിശബ്ദനാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ഇതൊക്കെ കേവലം കുറഞ്ഞ ചെലവിൽ പ്രശസ്തി നേടാൻ വേണ്ടി ചിലർ നടത്തുന്ന നീക്കങ്ങളാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് എല്ലായിടത്തും ലഭിച്ചത്. ഇതിനിടെ BJP പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ വൻ പിന്തുണയിൽ ആ പ്രതിഷേധങ്ങൾ നിഷ്പ്രഭമായി. ഈ കേസുകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും തന്റെയും പ്രതിച്ഛായ തകർക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.